എലോൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ, പറഞ്ഞു 10 കൊല്ലത്തിനകം ലോകത്ത് പണം എന്നുള്ളത് ഉണ്ടാവില്ല. പലരും ഇത് മനസ്സിലാക്കിയത് UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് അങ്ങനത്തെ ട്രാൻസാക്ഷനിൽ കൂടി ആയിരിക്കുമെന്നാണ്. അങ്ങനെയല്ല, ലോകത്ത് പണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് പണം ഉണ്ടാകില്ല എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. എലോൺ മസ്കിൻ്റെ ഒരു ഡെഫിനേഷൻ അനുസരിച്ചാൽ പണം എന്ന് പറഞ്ഞാൽ, മണി എന്ന് പറഞ്ഞാൽ അതൊരു ഡേറ്റാബേസാണ്. 2 കാര്യങ്ങളിൽ ട്രാക്ക് ചെയ്യുന്ന ഡേറ്റാബേസ്. അതായത് ഹ്യൂമൻ ലേബർ ട്രാക്ക് ചെയ്യും, രണ്ടാമത് റിസോഴ്സ് അലോക്കേഷൻ, നമുക്ക് വേണ്ട റിസോഴ്സസ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്. എലോൺ മസ്കിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ലോകം പോകുന്നത് ഇനി ഹ്യൂമനോയിഡ് റോബോട്ട്സിലേക്കാണ്. അതായത് ബ്ലൂ കോളർ ജോലി, അതായത് ജോലിക്കാരൻ്റെ ജോലിയെല്ലാം ഒരു ഹ്യൂമനോയിഡ് ആയിട്ടുള്ള റോബോട്ട്സാണ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വൈറ്റ് കോളർ ജോലി, അതായത് നമ്മുടെ തലച്ചോറ് കൊണ്ട് നമ്മൾ ചിന്തിച്ച് ജോലി ചെയ്യുന്ന എല്ലാം അത് AI സിസ്റ്റംസ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ബൈ 2036 ഓട്ടോമേഷനും AIയും കൂടി വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മനുഷ്യനും മനുഷ്യ സമൂഹത്തിനും ആവശ്യമുള്ള എല്ലാ സർവീസസും അതേപോലെ തന്നെ പ്രൊഡക്ട്സും, അതായത് ഒരു മനുഷ്യർക്ക് ആവശ്യമുള്ള എന്തും അത് ഓട്ടോമേറ്റായിട്ട് ഇവിടെ ഉണ്ടാകും. അതും ധാരാളമായി, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായി ഉണ്ടാവും. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ക്യാഷിനേക്കാളും കൂടുതലായിരിക്കും ഈ പ്രൊഡക്റ്റും സർവീസസും. അപ്പോൾ ഡീഫ്ലേഷൻ, വിലയിറക്കം എന്നുള്ളത് സംഭവിച്ച് പൈസയുടെ ആവശ്യമില്ലാതാകുകയും പൈസ എന്നുള്ളത്, അതായത് ക്യാഷ്, പണം എന്നുള്ളത് ലോകത്തുനിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും എന്നാണ് എലോൺ മസ്കിൻ്റെ തിയറി. ആ സമയത്ത് എല്ലാ മനുഷ്യർക്കും കിട്ടുക UHI എന്ന് പറയുന്ന, അഥവാ യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നുള്ളൊരു സംഗതിയാണ്. അതായത് ക്യാഷ് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന നേരിട്ട് ഡേറ്റാബേസ് അലോക്കേഷനാണ് ഓരോരുത്തർക്കും കിട്ടുക. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതേപോലെ തന്നെ സർവീസസും, നമുക്ക് ആവശ്യമുള്ള എല്ലാം ധാരാളമായി, ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് തനിയെ കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഇടുകൊടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കട്ടിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആ ചോറും കറിയും എത്തും എന്നുള്ളതാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് അല്പം ഭാവന കൂട്ടിയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് കൃത്യമായി ഇങ്ങനെ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ടൈം ലൈൻ ഇതായിരിക്കുമെന്നോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ലോകം മുമ്പോട്ട് പോകുന്ന ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ വേണം എന്നുള്ളതാണ് ഞാനിവിടെ ഈ മുകളിൽ പറഞ്ഞ തിയറി അനുസരിച്ചിട്ട് ഞാനിവിടെ പറയുന്നത്. അതായത് നമുക്ക് ചില സെക്ടേഴ്സ് അത് ആവശ്യമില്ലാതെ വരും. അതായത് കൊമേഴ്സ്യൽ ആൻഡ് റീറ്റെയിൽ ബാങ്കിങ്, അതായത് ഇപ്പോൾ അക്കൗണ്ട്സ്, ലോൺസ്, ട്രഡീഷണൽ ക്രെഡിറ്റ് സിസ്റ്റംസ്, അതൊന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പോവും. പിന്നെ പേയ്മെൻറ്റും ഫിനാൻഷ്യൽ പ്രോസസ്സിങ് സെക്ടർ, അതായത് ക്യാഷ് ട്രാൻസാക്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. മൂന്നാമത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ കാര്യമില്ല, അതായത് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ആ രീതിയിലുള്ള സെക്ടേഴ്സും പോവും. റോബോട്ട്സ്, ഇപ്പോൾ ഓട്ടോമേറ്റഡ് കാർ വന്ന നോ ആക്സിഡൻറ്റ്സ് എന്നുള്ളതാണ് ഒരു തത്വം, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ്. അപ്പോൾ അവിടെ റിസ്ക് ഇല്ല, അതുകൊണ്ട് ഇൻഷുറൻസ് സെക്ടറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇല്ലാതെ പോകുന്നത് മിഡ് ടേം പ്ലാറ്റ്ഫോംസ്, IT പ്ലാറ്റ്ഫോംസ്, റീറ്റെയിൽ മിഡിൽമെൻ, ഇതെല്ലാം പോവും. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നേരിട്ട് നമ്മുടെ അടുത്തേക്ക് സർവീസും പ്രൊഡക്റ്റും എത്തുന്ന സപ്ലൈ ചെയിൻസ് ആയിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ അന്നേരം ചില സെക്ടേഴ്സിൻ്റെ വളരെ അത്യാവശ്യമുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നടന്നില്ലെങ്കിലും ലോകം മൂവ് ചെയ്യുന്നതനുസരിച്ച് ചില സെക്ടേഴ്സിൻ്റെ ആവശ്യം വളരെ നന്നായിട്ട് ഉണ്ട്. അതായത് ഫിസിക്കൽ എനർജി ആൻഡ് ഇറ്റ്സ് ഇൻഫ്ര, അതായത് നമുക്ക് ധാരാളം എനർജി ആവശ്യമുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ എനർജിയും നമുക്കിവിടെ കൺവേർട്ട് ചെയ്യണം. ഇവിടെ ന്യൂക്ലിയർ സെക്ടർ വരേണ്ടി വരും. അത് മാസീവായിട്ടുള്ള സ്റ്റോറേജ്, അത് ബാറ്ററി സിസ്റ്റംസ് ആണോ നമുക്കൊന്ന് പറയാമെന്നറിയില്ല, പക്ഷെ അതൊക്കെ വേണ്ടി വരും. പിന്നെ സെമി കണ്ടക്ടേഴ്സ്, ഹാർഡ്വെയർ, അതായത് കമ്പ്യൂട്ടിംഗ് ബ്ലോക്സ്, ചിപ്സ്, മെമ്മറി ആർക്കിടെക്ചർ, ഈ സെക്ടറെല്ലാം വേണ്ടി വരും. പിന്നെ മൈനിങ്, കമ്മോഡിറ്റി മൈനിങ്ങും നമ്മൾ മിനറൽസ്, എർത്ത് മിനറൽസ്, റെയർ എർത്ത് മിനറൽസും അതേപോലുള്ള സാധനങ്ങൾ അന്ന് ആവശ്യമുള്ളതെല്ലാം വേണ്ടി വരും.
അത് ഈവൻ റോബോട്ട്സ് ഉണ്ടാക്കാനും AI-ക്കും അതൊക്കെ അത്യാവശ്യമാണ്. ഈ ഈ ചേഞ്ചുകളെല്ലാം ഇതേ ഡയറക്ഷനിൽ തന്നെ സംഭവിക്കണം എന്നില്ല, പക്ഷെ ഈ രീതിയിലാണ്. ഇപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വാനിഷ് ചെയ്യാമെന്നും എന്തൊക്കെ വരാമെന്നും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അബണ്ടൻ്റ് ആയിട്ട് ലക്ഷറി സെഗ്മെൻറ്റിൽ ആവശ്യങ്ങളാണ് അന്നേരം വരിക എന്ന് പറഞ്ഞു. അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അതിനകത്തൊരു മറുചോദ്യം വരുന്നത്, എല്ലാവർക്കും അത് കിട്ടുമെങ്കിൽ അത് ലക്ഷറി സെഗ്മെൻ്റായിട്ട് നിൽക്കില്ല. കാരണം അന്നേരം ഒരു സ്റ്റാറ്റസിൻ്റെ ടാഗ് ആർക്കും ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ലക്ഷറി സെഗ്മെൻറ്റ്? ആ ഒരു രീതിയിൽ എന്തൊക്കെ മാറാമെന്നുള്ളത് നമ്മുടെ ചിന്തയ്ക്ക് ഇപ്പോൾ പുറമെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വാനിഷ് ചെയ്യുന്ന സെക്ടർ വാനിഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറുക. മുകളിലേക്ക് വരുന്ന സെക്ടേഴ്സ് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഈ ഡേറ്റുകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും മാറ്റങ്ങൾ വരും എന്ന് മനസ്സിലാക്കുക, അതിന് എതിരെ നിൽക്കാതിരിക്കുക. പിന്നെ എല്ലാവർക്കും നന്നായി വരും എന്ന് ചിന്തിക്കുക. അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രമായിരിക്കണം. ഞാൻ പറഞ്ഞത് എൻ്റെ ചിന്തകളും എൻ്റെ നിഗമനങ്ങളും വായിച്ചറിഞ്ഞതിൽ നിന്ന് കിട്ടിയതും ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സ്റ്റഡി പർപ്പസിന് മാത്രമാണ്. നിങ്ങൾക്കും ചിന്തിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭകരമായ ഭാവി നേർന്നോളൂ.